എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹോർമുസിൽ വെച്ച് ഇറാന്റെ ഒരു ടാങ്കറിന് നേരെ ആക്രമണം നടത്തി കപ്പലിന് ചെറിയ കേടുപാടുകൾ വരുത്തിയെന്ന കാരണം പറഞ്ഞുകൊണ്ട് ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വമ്പൻ ആക്രമണമാണ് ഇന്ന് ഇറാൻ നടത്തിയിട്ടുള്ളത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ എയർബേസും ഹെലികോപ്റ്ററുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തങ്ങളുടെ ടാങ്കറിന്റെ എഞ്ചിൻ റൂമിന് കേടുപാടുകൾ വരുത്തിയ പനയ എന്ന അമേരിക്കൻ ഗൺബോട്ടിനെ തകർത്തതായിട്ടും ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ ഈ ആക്രമണം മൂലം കുവൈറ്റിലെ വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ വിമാനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഏതൊരു പ്രകോപനത്തിനും അതിരൂക്ഷമായാണ് ഇറാൻ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടെ ഓരോ ആക്രമണശേഷവും അമേരിക്ക വളരെയധികം പിന്നിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇപ്പോൾ ട്രംപിനെ അടിച്ചൊതുക്കി വരച്ച വരയിൽ നിർത്തുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് ഓരോന്നായി ട്രംപ് സമ്മതം മൂളിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും തളർന്ന ഇസ്രായേലിനെ കൊണ്ട് ഹിസ്ബുള്ളയുമായി ഇന്നലെ തന്നെ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിന് ഒപ്പുവെപ്പിക്കാൻ ട്രംപിനെ നിർബന്ധിതനാക്കിയത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഭീഷണി മുഴക്കിയതോടെയാണ്. ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും കൈകെട്ടി നോക്കി നിൽക്കണോ എന്ന് ചോദിച്ച് ഇത് കാരണം ഇസ്രായേലിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പ്രതിപക്ഷവും ജനങ്ങളുമെല്ലാം ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോഴും ജീവനല്ലേ വലുത് എന്നാണ് സൈന്യത്തെ അനുകൂലിക്കുന്നവർ തിരിച്ചു ചോദിക്കുന്നത്. ഇതിലൂടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ദൗർബല്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അമേരിക്ക ഇപ്പോൾ പഴയ അമേരിക്കയല്ല, ഇസ്രായേൽ പഴയ ഇസ്രായേലുമല്ല. എല്ലാം നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ രണ്ട് ഭരണകൂടങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇക്കാലം അത്രയും ലോകം മുന്നോട്ട് പോയിരുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ് എന്ന് പറയേണ്ടതുണ്ട്. അമേരിക്ക ലോകത്തിന്റെ അധികാരി അല്ലെങ്കിൽ പോലീസ്. അവരുടെ തീരുമാനങ്ങൾ അന്തിമമാണ്, നിയമങ്ങൾ അവർക്ക് ബാധകവുമായിരുന്നില്ല. ഇതിങ്ങനെ സംഭവിച്ചത് UN രക്ഷാ കൗൺസിലിൽ 15 രാജ്യങ്ങളാണുള്ളത്. ഇതിൽ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് വീറ്റോ പവർ ഉള്ളത്. ആയുധ വ്യാപാരികളായ ഈ രാജ്യങ്ങളുടെ സൗകര്യത്തിന് ലോകത്തെ മാറ്റിമറിക്കാൻ ഉണ്ടാക്കിയ നിയമമാണിത്. ബാക്കി 10 രാജ്യങ്ങൾ വെറും ക്ഷണിതാക്കൾ മാത്രം. ഇന്ത്യയും അക്കൂട്ടത്തിലുണ്ട് കേട്ടോ. എന്നാൽ 193 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന UN പൊതുസഭ വേറെയുണ്ട്. ഒരു കാര്യവുമില്ല, വെറുതെ കൂടിയിരുന്ന് ചായ കുടിക്കാം, പിരിയാം. അത് മാത്രമേ ഈ സഭ കൊണ്ട് ഗുണമുള്ളൂ. ഈ പൊതുസഭയിൽ 192 രാജ്യങ്ങളും ഒരു വിഷയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്താലും നാറ്റോ പവറുള്ള അമേരിക്ക അവരുടെ ഒറ്റ വോട്ട് കൊണ്ട് അതിനെ വീറ്റോ ചെയ്താൽ ഈ 192 രാജ്യങ്ങളും വെറുതെ തിളയ്ക്കുന്ന സാമ്പാറായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് 1000 കോഴിക്ക് അരക്കാട. മാത്രമല്ല UN പൊതുസഭയിൽ 192 രാജ്യങ്ങളും കൂടി ഒരു രാജ്യത്തിനെതിരെ എടുക്കുന്ന നിലപാട് ആ രാജ്യം അനുസരിക്കണമെന്ന നിയമവുമില്ല. പിന്നെ എന്തിനാണ് ഈ സഭ എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് ചായകുടി സഭ എന്ന് പറയേണ്ടി വരുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനോ അതല്ലെങ്കിൽ UN സമാധാന സേനയെ അയച്ച് യുദ്ധം നിർബന്ധപൂർവം അവസാനിപ്പിക്കാനോ ഉള്ള യഥാർത്ഥ അധികാരം UN രക്ഷാ കൗൺസിലിന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ ഗാസയിലോ ലെബനനിലോ നടക്കുന്ന ഇസ്രായേൽ അതിക്രമത്തിൽ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം നിർബന്ധിപ്പിച്ച് നിർത്തണമെന്ന് പറഞ്ഞ് മുഴുവൻ രാഷ്ട്രങ്ങളും കൂടി ഒരു പ്രമേയം പാസ്സാക്കുന്നു എന്ന് കരുതുക. ഈ പ്രമേയം ഇസ്രായേലിൽ കൊണ്ട് കാണിച്ചാൽ നെതന്യാഹുവിന് അത് അനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. അയാളത് വലിച്ചു കയറി ചവറ്റുകൊട്ടയിലെറിയും. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ വീണ്ടും വീണ്ടും രക്ഷാ കൗൺസിലിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ രക്ഷാ കൗൺസിലിൽ പാസ്സായാൽ മാത്രമേ ആ രാജ്യത്തെ അനുസരിപ്പിക്കാൻ കഴിയൂ. എന്നാൽ ഇസ്രായേലിന്റെ തെമ്മാടിത്തരം പറഞ്ഞ് രക്ഷാ കൗൺസിലിൽ എത്തുമ്പോൾ വീറ്റോ പവർ വെച്ച് അമേരിക്ക വന്നവനെല്ലാം തല്ലി ഓടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ പൊതുതത്വങ്ങൾക്ക് വിരുദ്ധമാണ് വീറ്റോ പവർ എന്ന് പറയേണ്ടതുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം 1945 ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ അന്ന് വിജയികളായ വൻ ശക്തികളെ UN ഭാഗമായി നിലനിർത്താൻ വേണ്ടിയാണ് ഈ വീറ്റോ അധികാരം അവർക്ക് നൽകിയത്. അല്ലെങ്കിൽ ഉമ്മാരെല്ലാം കൂടി വിട്ടുപോകുക എന്ന് ഈ UN മറ്റു രാഷ്ട്രങ്ങളെല്ലാം ഭയന്നു. ചിന്താശേഷിയില്ലാത്ത അന്നത്തെ കമ്മിറ്റി ഹിറ്റ്ലറെ തോൽപ്പിച്ചതിൻ്റെ ആവേശത്തിൽ കൽപ്പിച്ചു കൊടുത്ത ഒരു അധികാരമാണ് ഇന്ന് ലോകത്തിന് തന്നെ വിനയായി മാറിയിരിക്കുന്നത്. ആ അധികാരം അമേരിക്കയ്ക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയുമാണ്. അതിന് കാരണം ഈ വീറ്റോ പവറിനെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന രാജ്യമായിട്ടാണ് അമേരിക്ക മാറിയിരിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിലും മിഡിൽ ഈസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളിലും പലതവണ വലിയ ഭൂരിപക്ഷമുള്ള തീരുമാനങ്ങളെ ഒറ്റയ്ക്ക് അമേരിക്ക വീറ്റോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറിയൻ ആഭ്യന്തര യുദ്ധം, ഉക്രൈൻ വിഷയം എന്നിവയിൽ തങ്ങൾക്കെതിരെയുള്ള പ്രമേയങ്ങളെ ഇതേപോലെ അമേരിക്കയും റഷ്യയും ഒക്കെ വീറ്റോ ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ അനുസരിക്കാത്ത ഏതൊരു രാജ്യത്തെയും ഉപരോധം കൊണ്ട് താറുമാറാക്കാനും അവരെ ആക്രമിച്ച് നശിപ്പിക്കാനും വീറ്റോ പവർ ശക്തമായ ഒരു ആയുധമായിട്ടാണ് അമേരിക്ക എക്കാലവും ഉപയോഗിച്ചു പോന്നിരുന്നത്.
ഇത് ബാക്കി വരുന്ന ഭൂരിപക്ഷം രാജ്യങ്ങളുടെ താല്പര്യങ്ങളെയും UN-ന്റെ തന്നെ വിശ്വാസ്യതയും വലിയ തോതിൽ ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് UN പൊതുസഭ എന്ന് പറയുന്നത് ഒരു പരിഹാസ്യ സങ്കേതമാണ്. UN പൊതുസഭയിൽ എന്തെങ്കിലും പാസ്സാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത്ര വലിയ കാര്യമായിട്ട് തോന്നാറില്ല. കാരണം ഇതൊന്നും നടപടി ഉണ്ടാവില്ല. അമേരിക്കയോ റഷ്യയോ ഒക്കെ തീരുമാനിക്കണം എവിടെയെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. ഇന്നത്തെ ഉക്രൈൻ യുദ്ധവും അതുവഴി യൂറോപ്പ് നേരിടുന്ന റഷ്യൻ ഭയവും യൂറോപ്പിന്റെ സാമ്പത്തിക തകർച്ചയുടെയും എല്ലാം ഉത്തരവാദിത്വം അമേരിക്കയെ പോലെ റഷ്യയുടെ വീറ്റോ പവറിന്റെ അനന്തര ഫലമാണ് എന്ന് നമ്മൾ അറിയണം. ഉക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർക്ക് തിരികെ കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് UN സുരക്ഷാ കൗൺസിലിൽ 140 അംഗങ്ങൾ കൊണ്ടുവന്ന എല്ലാ പ്രമേയങ്ങളെയും റഷ്യ അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് റദ്ദാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ UN-ന്റെ അനുമതി ഇല്ലാതെയാണ് അമേരിക്ക സൈനിക നടപടികൾ നടത്തിയത്. ഇതിനെ തുടർന്ന് UN-ൽ അമേരിക്കയ്ക്കെതിരായിട്ട് പ്രമേയങ്ങൾ വന്നപ്പോൾ അമേരിക്ക അതിൽ നിന്നും വീറ്റോ പവർ ഉപയോഗിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊലപാതക കേസിൽ പ്രതി തന്നെ ജഡ്ജിയാകുന്നതിന് തുല്യമായ ഒരു സാഹചര്യമാണിത്. ഇത് UN-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ മാത്രമല്ല, ക്യൂബ, വെനിസ്വേല, മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കാര്യത്തിലും അമേരിക്ക പലപ്പോഴും വീറ്റോ പവർ ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് കാരണം ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പിന്നെ പല ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവരടങ്ങുന്ന വലിയൊരു കൂട്ടായ്മ വീറ്റോ പവർ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാര് കേൾക്കാൻ? ഇത് ഒരു അസാധ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ വീറ്റോ പവർ നഷ്ടപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടൊരു ലോകയുദ്ധം അല്ലെങ്കിൽ പൂർണ്ണമായ അമേരിക്കൻ പരാജയം ഇതിലൂടെ അല്ലാതെ അമേരിക്കയെ വീറ്റോ പവർ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് മുഴുവനായും അമേരിക്കയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിപ്പറയാനും അവരുടെ സംരക്ഷണ കരാറിൻ്റെ ആവശ്യം ഇനി ഞങ്ങൾക്കില്ല എന്നും പറയുകയാണ്. ഇറാനും റഷ്യയും ചൈനയും കൊറിയയും ഉൾപ്പെടുന്ന ഒരു സഖ്യം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം അമേരിക്കയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷ തേടിയും സഹായം അഭ്യർത്ഥിച്ചും ട്രംപ് തങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സൗഹൃദ രാഷ്ട്രങ്ങളുടെ എല്ലാം പിന്നാലെ നടക്കുന്ന കാഴ്ച വളരെ ദയനീയമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. എന്നാൽ എല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇറാൻ വീണ്ടും വീണ്ടും അമേരിക്കയെയും അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും മിഡിൽ ഈസ്റ്റിലിട്ട് തല്ലി തകർക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയൊക്കെ സഹായത്തോടെ ഇറാൻ ഇങ്ങനെ ചെയ്യുന്നത് ലോകത്ത് അമേരിക്കയുടെ മേധാവിത്വം അല്ലെങ്കിൽ അവരുടെ ആധിപത്യം തകർത്ത് അവരെ പുറന്തള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആ സ്ഥാനത്തേക്ക് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ കടന്നു വരാൻ കഴിയും. അപ്പോൾ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ എത്രയധികം അമേരിക്കയെ അടിക്കാൻ കഴിയുന്നുവോ അത്രയധികം അടിച്ച് നശിപ്പിക്കുക എന്നാണ് ഈ സഖ്യം ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കൻ സൈന്യം മൊത്തമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും എല്ലാം പറിച്ചുകൊണ്ട് പോകണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ലാത്തതാണ്. അവരവരുടെ നാട്ടിലുള്ള ഈ സൈനിക കേന്ദ്രങ്ങളെല്ലാം പറിച്ചുകൊണ്ടാണ് അതാത് രാജ്യങ്ങൾക്ക് മാത്രം ആവശ്യപ്പെടാം. പക്ഷേ ഇറാന് ഒരിക്കലും അമേരിക്കയോട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറയാനൊന്നും അവകാശമില്ല. പക്ഷേ ഈ അവസരത്തിൽ ഇറാൻ ഇത് പറയുന്നത് അമേരിക്കയെ കൊണ്ട് അവർക്കത് ചെയ്യിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ഈ സഖ്യം ഇപ്പോൾ ഒരു വലിയ ശക്തിയായി അമേരിക്കയേക്കാൾ വളർന്ന് വലുതായി നിൽക്കുകയാണ്. വളരെ ദാരുണമായ ഒരു അവസ്ഥയിലാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇപ്പോഴുള്ളത്. വാർദ്ധക്യം ബാധിച്ച സിംഹത്തെ കടിച്ചുകുടയുന്ന വന്യ നിയമം പോലെ ആസന്നമായ ദാരുണ മരണം കാത്തുകിടക്കുന്ന ഒരു അമേരിക്കയാണ് ഇന്ന് നമ്മുടെ എല്ലാം മുന്നിലുള്ളത്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.